അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അരമണിക്കൂർ ഇതിന്ന് ഇവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള വെച്ചതാണ്. അപ്പോൾ ഇതിൽ വെള്ളമുള്ള ചേർത്തത് മൊത്തം വിനാഗിരി തന്നെയാണ്. അപ്പോൾ പവർ അപ്പോൾ നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് ഫോൺ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോൺ കവറിൻ്റെ ഒരു മാസം 2 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഫോൺ കവർ ചെറുതായിട്ടൊന്ന് മങ്ങി വരികയും പിന്നെ ഇങ്ങനെ ഈ ഒരു നിറത്തിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഫോൺ കവർ നമുക്ക് എങ്ങനെ ഇങ്ങനെ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നല്ല രീതിക്ക് ആ ഫോൺ കവർ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ഫോണിൻ്റെ കവറിൻ്റെ ഒരു കോലം നിങ്ങൾ കണ്ടോട്ടാ. ഇതിങ്ങനെയാണ് ഒരവസ്ഥ, കണ്ടല്ലോ. ഇതാണ് ഫോണിൻ്റെ അവസ്ഥ. പിന്നെ ഇത് എന്തോരം വെളുക്കുമെന്നും ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നും എന്ന് നമുക്ക് ഈ വീഡിയോയിൽ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് ഓർക്കണ ഭാഗമായിട്ട് ഞാൻ ഫോൺ കവർ നല്ലോണം കഴുകണ വീഡിയോ ഒന്നും ഇത് കാണിക്കണം. നല്ല രീതിക്ക് തന്നെ സോപ്പിട്ട് വാഷ് ചെയ്ത് കഴുകിയിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോ കണ്ടത് ഒരുമിച്ച് ചെയ്ത് നോക്കണമെങ്കിൽ ഈ പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത്തിരി ഉപ്പ് അതിലോട്ട് ആവശ്യത്തിന് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പേസ്റ്റ് ഉപ്പും കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കാം. നല്ല രീതിക്ക് തന്നെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരുമിക്ക പേര് യൂട്യൂബിൽ ചെയ്യണത് ഇത് തന്നെയാണ്, പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേസ്റ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഉപ്പും കൂടി നല്ല രീതിക്ക് എല്ലാവരും ആവുന്ന രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. നല്ലോണം തേക്കണുണ്ട് ഇതൊന്ന്. എല്ലാ രീതിയിലും എല്ലാവരും ആവണ രീതിയിൽ പുരട്ടിയിട്ടുണ്ട് നല്ലോണം. പുറകോശവും നമ്മൾ അങ്ങനെ തന്നെ പുരട്ടണുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്നത് നല്ല രീതിക്ക് തന്നെ സോപ്പിട്ട് കഴുകിയതാണ് കവറ്. അപ്പോൾ അത്രയും വെളുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഉപ്പും പേസ്റ്റും കൂടി ഇട്ടിട്ട് എന്തോരം വെളുക്കും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് അമർത്തി നല്ല രീതിക്ക് തന്നെ എല്ലാവരും ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം കുറച്ച് നാളത്തെ ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എങ്ങനെയെങ്കിലും ഇളകി പോകണമെങ്കിൽ പോട്ടെ. ഈ സൈഡിലൊക്കെ ആയിരിക്കും കൂടുതൽ അഴുക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് ഒന്ന് നല്ലോണം തേച്ച് കൊടുക്കുക. വീഡിയോ സൈഡിലോട്ടായിരുന്നു. എല്ലാവരും ആകുന്ന രീതിയിൽ ഞാൻ നല്ലോണം തേച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് കഴുകാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം 2 മിനിറ്റ് റെസ്റ്റിനിരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ഇതായിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ അടുത്തായിട്ട് നമ്മൾ നല്ലോണം പച്ചവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് നോക്കണേണ്. അപ്പോൾ എന്തോരം വെളുത്തറിന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. പേസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ നല്ല രീതിക്ക് തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ള അഴുക്കൊക്കെ ഇപ്പോൾ ഇറങ്ങി പൊക്കോളും. അപ്പോൾ നേരത്തെ നമ്മൾ പേസ്റ്റ് കൊണ്ട് കഴുകിയ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വേറൊരു വെള്ളത്തിലും കൂടി കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തേച്ച് കഴുകി കഴിഞ്ഞപ്പോൾ സംഭവം കൊണ്ടല്ല ഇത്രയും വെളുത്തിട്ടുള്ളൂ. നമ്മൾ കാണുന്ന മാതിരി മേടിക്കണ ഒരു കവർ ഇപ്പോഴും ആയിട്ടില്ല. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും ആൾക്കൊക്കെ തന്നെ ഉണ്ട്. ഇത്തിരി പേസ്റ്റ് കൂടി ഉണ്ട് പോകാൻ. അപ്പോൾ ഇനി ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ നല്ല വ്യൂസൊക്കെ ഉള്ള വീഡിയോ തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ വർക്കാവണില്ല. ഈ ഒരു നമ്മൾ ചെയ്തിട്ട് ഒരു ഉപകാരവും ഇല്ലാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും കാണിക്കാനുള്ള ഏതാണെന്ന്. അപ്പോൾ ഇത്രയും തന്നെ വെളുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു രീതിക്ക്, അതായത് വേറൊരു വീഡിയോ കണ്ടതിൽ അവർ പറയണേലും ഒരു സാധനം കൂടി കൂടുതലായിട്ട് നമ്മൾ ചേർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് വെളുക്കോ ഇല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പുരട്ടിയ പേസ്റ്റിൻ്റെ ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ തേച്ച് കൊടുക്കാം. പേസ്റ്റ് ഞാൻ പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് തേക്കണേ. എന്തായാലും ഇതെല്ലാം വെളുക്കാനുള്ളതാണല്ലോ. അതെല്ലാവരും ഒന്ന് ആവുന്ന രീതിയിൽ നല്ല രീതിക്ക് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പുരട്ടിയെന്ന് പറഞ്ഞാൽ ഉപ്പും പേസ്റ്റും കൂടിയാണ് കേട്ടോ. ഒരു ഇത്തിരി ഉള്ളൂ, ബാക്കിയുള്ള മാത്രമേ ഞാൻ തേച്ച് കൊടുക്കണുള്ളൂ.
അപ്പോൾ ഇത് എല്ലാം കൂടെ ആവുന്ന രീതിയിലേക്ക് നല്ല രീതിക്ക് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ സോഡാപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഷാമ്പോ എന്തെങ്കിലും സോപ്പ് ഓയിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു രൂപയുടെ ഷാമ്പൂല്ലേ ക്ലിനിക് പ്ലസ്, ആ ഷാമ്പൂ കൊണ്ട് എടുത്തേക്കണത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ഇത് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് ഒരു മിക്കയിൽ നമ്മൾ കണ്ടേക്കണത്. അപ്പോൾ ഞാൻ ഇത്തിരി പവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വിനാഗിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം അധികം ഞാൻ ചേർക്കണല്ലോ. അപ്പോൾ നല്ല രീതിക്ക് ഇതൊന്നും പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനൊരു അരമണിക്കൂറിനടുത്ത് ഇവിടെ ഇരുന്നിട്ട് ഇതെന്താവുമെന്ന് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അരമണിക്കൂർ ഇതിന്ന് ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഒന്ന് തേച്ച് കൊടുത്തായിരുന്നു ഇടയ്ക്ക്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി വെള്ളത്തിൽ മുക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൽ വെള്ളമുള്ള ചേർത്തത് മൊത്തം വിനാഗിരി തന്നെയാണ്. അപ്പോൾ പവർ കുറയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചേർത്തത്. അപ്പോൾ പേസ്റ്റും കാര്യങ്ങളൊക്കെ പുറകിലേക്ക് ഇരിപ്പുണ്ട്. നമുക്കൊന്ന് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നെടുത്ത് ഇടയ്ക്ക് കമ്മത്തിയും വെച്ചായിരുന്നു കേട്ടോ. നിവൃത്തി മാത്രമേ കമ്മത്തിയും നമ്മൾ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അതേ ഈ ഒരു ഭാഗം നല്ല രീതിക്ക് തന്നെ മഞ്ഞയായിട്ട് നിൽപ്പുണ്ട്. അത് ഞാൻ എന്താവുമെന്ന് അറിഞ്ഞൂടാ. നല്ല രീതിക്കൊന്ന് തേച്ച് നോക്കാം പോവില്ലെന്ന്. നല്ല രീതിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് നല്ലോണം വെള്ളത്തിൽ കഴുകി എടുക്കാം. വെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ വെള്ളത്തിൽ കഴുകണമെന്ന് കാണിക്കണല്ലോ, കാരണം ലെങ്ത്ത് വെറുതെ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ നല്ല രീതിക്ക് നമ്മൾ കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അവസാന വാഷിങ്ങിന് ശേഷം കവർ ഇങ്ങനെ ആയെന്ന് വിചാരിച്ചവരാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം അത് ഇങ്ങനെ ആയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കവർ ഇപ്പോഴും ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് നല്ല രീതിക്ക് തന്നെ സോപ്പിട്ടും കാര്യങ്ങളൊക്കെ കഴുകി ആ വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഇതിന് പ്രത്യേകിച്ചൊരു മാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ അവർ വീഡിയോയിൽ എങ്ങനെയാണ് ആ കവർ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മുക്കി വെച്ച കവറിൽ നിന്ന് പൊക്കിയെടുക്കുന്ന കവർ ഇത് തന്നെ ആയിരിക്കുള്ളൂ. നല്ല പുതിയ കവറായിരിക്കുള്ളൂ എല്ലാവരും പൊക്കിയെടുക്കണം. അപ്പോൾ നിറവും ഇത് തന്നെ ആയിരിക്കുള്ളൂ. എന്നിട്ട് ഈ കവർ മാറ്റും. അത് ആരും കാണിക്കണമൊന്നുമില്ല. പിന്നെ ഇനി ഇത് വെളുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തൊലി വിളിക്കണം. തൊലി വിളിച്ചാലും വെളുക്കൂലെന്ന് തോന്നണം. വെറുതെ പറഞ്ഞതാണ്. പിന്നെ തൊലി വിളിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ പറഞ്ഞേണ്ട. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കവർ ഒരു കാരണവശാലും വെളുക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വെള്ളം ചേർക്കണ നേരം മൊത്തം വിനാഗിരിയാണ് ഒഴിച്ച് തന്നിട്ട് പോലും അത് ഒട്ടും ഒരു കളർ മാറ്റം ഒന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഇത്തിരി ഇത് ഉണ്ടല്ലേ, ഇതും തമ്മിൽ ആടിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വെള്ള കളർ, ഇത് മഞ്ഞ കളർ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്താലും ഇത് മാറ്റാൻ പറ്റില്ലെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.